പ്രവാസി ചാനൽ ഡെയിലി ന്യൂസ് ബുള്ളറ്റിനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രവാസി ചാനൽ ഇപ്പോൾ എല്ലാ സ്ട്രീമിംഗ് ഡിവൈസുകളിലും ലഭ്യമാണ്. ഡൗൺലോഡ് മീഡിയ PUSA on any of your streaming device or any smart television. തലചായ്ക്കാൻ ഒരു കിടപ്പാടമില്ലാതെ വേദന അനുഭവിക്കുന്നവരെ നെഞ്ചോട് ചേർത്ത് അമേരിക്കൻ മലയാളി കുടുംബം. അമേരിക്കൻ മലയാളി ദമ്പതികളായ ജോസ് പുന്നൂസും ഭാര്യ റിട്ടയേർഡ് ലഫ്റ്റനന്റ് കേണൽ ആലീസ് ജോസും തങ്ങളുടെ മാതാപിതാക്കളുടെ പാവന സ്മരണാർത്ഥം നിർധനരായ വിധവകൾക്കും രോഗികൾക്കും സമൂഹത്തിലെ ഏറ്റവും അർഹതപ്പെട്ടവർക്കുമായി നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ രണ്ടാം ഘട്ട പൂർത്തീകരണത്തിന്റെ ഉദ്ഘാടനവും താക്കോൽദാനവും ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ നിർവഹിച്ചു. കൊല്ലം ജില്ലയിലെ പത്തനാപുരത്തിന് സമീപം തലവൂർ പാണ്ടത്തിട്ടയിലുള്ള ഓർമ്മ വില്ലേജ് അങ്കണത്തിൽ കഴിഞ്ഞ ദിവസമായിരുന്നു ജീവകാരുണ്യത്തിന്റെ സ്നേഹമന്ത്രങ്ങൾ അലയടിച്ച ഈ ചടങ്ങ് പ്രമുഖ ഗായകൻ MG ശ്രീകുമാർ, ഫ്ലവേഴ്സ് TV 24 ന്യൂസ് മാനേജിംഗ് ഡയറക്ടർ R ശ്രീകണ്ഠൻ നായർ, സാജ് ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ സാജൻ വർഗീസ്, ആശ്രയ ചാരിറ്റബിൾ സൊസൈറ്റി ജനറൽ സെക്രട്ടറി കലയപുരം ജോസ്, ഫാദർ ജേക്കബ് ഡാനിയൽ, പ്രശസ്ത ജ്യോതിഷി ഹരി പത്തനാപുരം, ഗ്രാമ ബ്ലോക്ക് ജില്ലാ അധികൃതർ ഉൾപ്പെടെ വിവിധ മേഖലകളിലെ വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായത്. ഇന്ത്യയിലും അമേരിക്കയിലുമായി സമ്പാദിച്ച അധ്വാനത്തിന്റെ ഒരു വിഹിതം സ്നേഹനിർഭരമായ മനസ്സോടെ പാവപ്പെട്ടവർക്ക് അഭയം നൽകാനായി നീക്കിവെച്ച ജോസച്ചായന്റെയും ആലിസ് ചേച്ചിയുടെയും അതുപോലെ തന്നെ ഈ സംരംഭത്തിൽ നിറമനസ്സോടെ സഹകരിച്ചവരുടെയും കാരുണ്യം 5 കുടുംബങ്ങൾക്ക് കൂടി ലഭിക്കുകയാണ്. ഒരു മനുഷ്യ ജീവിതത്തിൽ ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യമാണിത്. മഹത്തായ ഒരു വഴിപാട് ഇവിടെ നടക്കുകയാണ്. അതിൽ പങ്കെടുക്കുവാൻ സാധിച്ചതിൽ ഏറെ സന്തോഷമുണ്ട്. ഓർമ്മ വില്ലേജ് യാഥാർത്ഥ്യമാക്കിയ ഈ കുടുംബത്തിന് എല്ലാവിധ നന്മകളും നേരുന്നതായി താക്കോൽ കൈമാറിക്കൊണ്ട് മന്ത്രി KB ഗണേഷ് കുമാർ പറഞ്ഞു. അന്യരോട് കരുണ കാണിക്കുന്നതിനപ്പുറം ചാരിതാർത്ഥ്യം നൽകുന്ന മറ്റൊരു കാര്യവുമില്ലെന്ന് ആശംസകൾ നേർന്നുകൊണ്ട് R ശ്രീകണ്ഠൻ നായർ പറഞ്ഞു. മറ്റുള്ളവരുടെ ജീവിത ദുഃഖങ്ങളിൽ പറ്റുമെങ്കിൽ നമ്മളാൽ കഴിയുന്ന സഹായം ചെയ്യുക. നമ്മൾ എത്ര കാലം ഈ മണ്ണിൽ ജീവിച്ചിരുന്നുവെന്നതല്ല, ഏതെങ്കിലും ഒരു സമയത്ത് നാം ഈ ഭൂമിയിൽ നിന്ന് വിട്ടുപോകേണ്ടവരാണ്. എന്നാൽ അതിനു മുമ്പ് ഈ നാട്ടിലെ കുറെ ആളുകളുടെ കണ്ണീരൊപ്പാൻ കഴിഞ്ഞാൽ അതാണ് മഹത്തായ കർമ്മം. ആ കർമ്മമാണ് ഇവിടെ നിർവഹിക്കപ്പെട്ടതെന്ന് ശ്രീകണ്ഠൻ നായർ അഭിപ്രായപ്പെട്ടു. ഒരു വീടെന്ന് പറയുന്ന സങ്കല്പം ഈ ഭൂമിയിൽ ജനിക്കുന്ന എല്ലാ ചരാചരങ്ങൾക്കുമുള്ള അവകാശമാണെന്ന് MG ശ്രീകുമാർ പറഞ്ഞു. സമ്പാദ്യത്തിൽ നിന്ന് മനസ്സോടുകൂടി ജോസും ആലീസും സാജനും ഉൾപ്പെടെയുള്ളവർ യാഥാർത്ഥ്യമാക്കിയ ഈ ഓർമ്മ വില്ലേജ് സ്നേഹത്തിന്റെ പച്ചപ്പുള്ള ഗ്രാമമാണ്. ഇവിടെ താമസിക്കുന്ന 10 കുടുംബങ്ങളുടെ പ്രാർത്ഥന തീർച്ചയായിട്ടും ഈ ജീവകാരുണ്യ പ്രവൃത്തിയിലൂടെ നിങ്ങൾക്ക് കിട്ടും. ദാനം ചെയ്യുക എന്ന ഒരു ലക്ഷ്യവും കൂടി നമ്മുടെ ജീവിതത്തിൽ എഴുതി ചേർക്കുക. പോസിറ്റീവ് എനർജി നൽകിയ ഈ ചടങ്ങിൽ സംബന്ധിക്കാൻ ഒരു ഓർമ്മയായി എന്റെ മനസ്സിലും ഉണ്ടാകും. ഭാവുകങ്ങൾ നേരുന്നതായി MG ശ്രീകുമാർ വ്യക്തമാക്കി. ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ സ്വപ്നമാണ് അന്തിയുറങ്ങാൻ ഒരു വീട്. വീട് നമ്മുടെ സുരക്ഷിതത്വത്തിന്റെ പ്രതീകം കൂടിയാണ്. അതില്ലാത്തവരെ സഹായിക്കുക എന്നത് ജീവിതത്തിലെ ഏറ്റവും മഹത്തരമായ കർമ്മമാണ്. വലിയൊരു സന്ദേശം നൽകുന്ന ഈ പാർപ്പിട പദ്ധതിയിൽ ആവും വിധം ഒരു എളിയ പങ്കാളിയാവാൻ സാധിച്ചതിൽ അത്യധികം സന്തോഷമുണ്ടെന്ന് സാജത്ത് റിസോർട്ടിന്റെ സാരഥി സാജൻ വർഗീസ് പറഞ്ഞു. പദ്ധതിയുടെ 3ാം ഘട്ടത്തിലും 5 വീടുകളാണ് വിഭാവനം ചെയ്യുന്നത്. താല്പര്യമുള്ള വ്യക്തികൾക്ക് ഈ പാർപ്പിട പദ്ധതിയുമായി സഹകരിക്കാമെന്നും നാട്ടിലെത്തുന്ന അമേരിക്കൻ മലയാളികൾ സഹജീവി സ്നേഹമന്ത്രങ്ങൾ മാറ്റൊലിക്കൊള്ളുന്ന ഓർമ്മ വില്ലേജ് സന്ദർശിക്കണമെന്നും യോഗത്തിൽ അധ്യക്ഷത വഹിച്ച പദ്ധതിയുടെ കോർഡിനേറ്ററും ഫോമയുടെ മുൻ പ്രസിഡന്റും സാമൂഹിക സാംസ്കാരിക പ്രവർത്തകനുമായ അനിയൻ ജോർജ് അഭ്യർത്ഥിച്ചു. കോക്കാട്ടുവിളയിൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിലുള്ള ഓർമ്മ വില്ലേജിൽ നിർമ്മിച്ച വീടുകളിൽ നിർധനരായ കുടുംബങ്ങൾ സന്തോഷത്തോടെ ജീവിക്കുകയാണെന്നും താനും തന്റെ ഭാര്യ ആലീസും ആഗ്രഹിച്ചു തുടങ്ങിയ ഈ പദ്ധതി സ്നേഹത്തിന്റെയും അനുകമ്പയുടെയും ഒരു സൂചകമായി കാലങ്ങളോളം നിലനിൽക്കുമെന്നും ജോസ് പുന്നൂസ് പറഞ്ഞു. എന്റെയും എന്റെ കുടുംബത്തിന്റെയും വലിയൊരു ആഗ്രഹ സാക്ഷാത്കാരമാണിത്. ഈ യാത്രയിൽ എന്നെ സഹായിച്ച ഒട്ടേറെ സന്മനസ്സുകളുണ്ട്. ഓർമ്മ വില്ലേജിലെ 2ാം ഘട്ടത്തിൽ വീടുകൾ സ്പോൺസർ ചെയ്ത് സഹായിച്ച സാജ് ഗ്രൂപ്പിന്റെ സാരഥി സാജൻ വർഗീസിനും ഭാര്യ മിനി സാജനും ഡാളസ് ടെക്സസിൽ നിന്നുള്ള ലോസൺ ട്രാവൽസ് ഉടമ ബിജു തോമസിനും റാണി തോമസിനും ന്യൂജേഴ്സിയിൽ നിന്നുള്ള അനിയൻ ജോർജിനും ഹ്യൂസ്റ്റണിലെ സൗത്ത് ഇന്ത്യൻ US ചേംബർ ഓഫ് കൊമേഴ്സിനും JSV ഗ്രൂപ്പിന്റെ ജിനു ജോണിനും ജോസ് പുന്നൂസ് അഗൈതവമായ നന്ദി രേഖപ്പെടുത്തി. സന്ധ്യ നവാസിന്റെ ലോകം മുഴുവൻ സുഖം പകരാൻ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനാ ഗാനത്തോടെ ആരംഭിച്ച സമ്മേളനത്തിൽ ജീവിതത്തിന്റെ നാനാ തുറകളിൽ നിന്നുള്ളവർ പ്രാർത്ഥനയോടെ പങ്കാളികളായി. വിശിഷ്ട വ്യക്തികളെയും സ്പോൺസർമാരെയും ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു. കലാപരിപാടികളോടും സ്നേഹവിരുന്നോടെയുമാണ് ചടങ്ങുകൾക്ക് തിരശ്ശീല വീണത്. തലവൂർ പാണ്ടത്തിട്ട കോക്കാട്ടുവിളയിൽ ജോസ് പുന്നൂസിന്റെ 1 ഏക്കർ സ്ഥലത്ത് യാഥാർത്ഥ്യമായ ഓർമ്മ വില്ലേജിലെ ആദ്യഘട്ടമായ 5 വീടുകളുടെ താക്കോൽദാനം 2022 മെയ് 21 തീയതി ധനമന്ത്രി KN ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്ത യോഗത്തിൽ വെച്ച് ജലസേചന വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിക്കുകയുണ്ടായി. ഓർമ്മ വില്ലേജിലെ ആദ്യ വീട് ഒരു കൊടും ക്രൂരനാൽ കൊല്ലപ്പെട്ട കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർ വന്ദനാദാസിന്റെ പേരിലാണ് സമർപ്പിച്ചത്. മറ്റൊരു വീട് കൊല്ലം SN
എസ്.എൻ. കോളേജിലെ ബികോം വിദ്യാർത്ഥിനിയും ഭവനരഹിതയുമായ സൂര്യയ്ക്ക് മന്ത്രി കെ പി ഗണേഷ് കുമാറിന്റെ സാന്നിധ്യത്തിൽ 2023 നവംബറിൽ നൽകി. അമ്മ മരിച്ചതിന്റെയും അച്ഛൻ ഉപേക്ഷിച്ചു പോയതിന്റെയും ദുഃഖം പേർന്ന സൂര്യ കടത്തിണ്ണയിലാണ് അന്തിയുറങ്ങിയിരുന്നത്. പത്തനാപുരത്ത് തലവൂരിൽ 500 വർഷത്തിലേറെ പാരമ്പര്യമുള്ള കോക്കാട്ടുവിളയിലെ പുരാതന കർഷക കുടുംബമായ ജോസ് പുന്നൂസ് നാട്ടിലെ പ്രീ ഡിഗ്രി പഠനത്തിനും ഡൽഹിയിലെ ഇലക്ട്രോണിക്സ് പഠനത്തിനും ശേഷം നാട്ടിൽ ബിസിനസ് നടത്തുകയും 1985-ൽ വിവാഹശേഷം ഭാര്യയുടെ മിലിറ്ററി സർവീസുമായി ബന്ധപ്പെട്ട നോർത്ത് ഇന്ത്യയുടെ വിവിധ സ്ഥലങ്ങളിൽ ജീവിക്കുകയും ചെയ്തു. 2001-ൽ ഇവർ കുടുംബസമേതം അമേരിക്കയിലെത്തി. ഇരുവരും ഇപ്പോൾ വിശ്രമ ജീവിതം നയിക്കുന്നു. ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ. നിങ്ങളുടെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കണ്ട. news@pravasichannel.com അല്ലെങ്കിൽ editor@malayaali.com എന്ന ഇമെയിലിലേക്ക് വാർത്തകൾ അയയ്ക്കുക.